ശരിയാണ് അല്ലെ? ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് പിന്നെയും പിന്നെയും കൂടെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്നെ ഇഷ്ടമാണെന്ന് പറ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു നിരാശയും ദേഷ്യമൊക്കെ വരും അല്ലെ? പക്ഷേ ഇല്ലേ, ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ മനസ്സിലാക്കി തീരുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മളിപ്പോൾ സ്ത്രീകൾ നിങ്ങളോട് വന്നിട്ട്, ഭർത്താക്കന്മാരോട് വന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്നെ ഇഷ്ടമാണെന്ന് പറ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു വാക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഫുഡ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ ആ സമയത്ത് പറയാണ്, എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ, നീയാണ് എൻ്റെ ലോകം, അല്ലെങ്കിൽ എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണ്, നീ എൻ്റെ ജീവനാണെന്നൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ അത് വീണ്ടും 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 കേൾക്കുന്ന സമയത്ത് ആ ഒരു റീ അഷ്വറൻസ് സ്ത്രീ ഉറപ്പുവരുത്തുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന കുറെ ഗുണങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഈ പ്രീ മെൻസ്ട്രൽ സിംപ്റ്റം എന്നൊക്കെ പറയും. അതായത് മെൻസ്ട്രേഷൻ്റെ ഒരു 2 ആഴ്ച മുന്നേക്ക് അവർ പോകുന്നത് ഒരു എമോഷണൽ റോളർ കോസ്റ്ററിലൂടെയാണ്. അപ്പൊ അത്രമാത്രം എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് വീണ്ടും വീണ്ടും കിട്ടുന്ന റീഅഷ്വറൻസ് എന്ന് പറയുന്നത് ജീവവായു പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറും ഒരു വാക്കല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോരെ. നിങ്ങളുടെ ഡിപ്രഷനും അല്ലെങ്കിൽ തോന്നുന്ന ദേഷ്യത്തിനും ഒക്കെ പകരം അവരെ ഉള്ളു തുറന്നൊന്ന് മനസ്സിലാക്കാനും സ്നേഹിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ചോദ്യം ഉണ്ടല്ലോ ഒരു പുഞ്ചിരിയോടെ നേരിടാനും, തിരിച്ച് നിന്നെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, നീ എൻ്റെ ലോകമാണ്, നീ എൻ്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞ് അവരെ കംഫർട്ട് ആക്കാനും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക്